യാസീൻ ഓതുന്ന സമയത്ത് ഒരാള് യാസീൻ ഓതുമ്പോ പടച്ചവനെ എന്റെ ഇന്ന കാര്യം നീ സാധിപ്പിച്ചു തരണമെന്ന് നിയ്യത്ത് ചെയ്തിട്ട് യാസീൻ ഓതിയ അതിന് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ വാഴ് പറയുന്ന ഉസ്താദിന് ചൂടുവെള്ളം, വാഴ് കേൾക്കാൻ വന്നവർക്ക് ഫ്രൂട്ടി കുടി, ഉസ്താദിന് വാട്ടവെള്ളം, നിങ്ങൾക്കൊക്കെ എന്താടാ ഫ്രൂട്ടിയാണോ കുടിക്കണേ? എന്താപ്പ കുടിക്കണേ? ഫ്രൂട്ടി. ശരി, അള്ളാഹു എനിക്ക് ഹൗദുൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. ചുമ്മാ പറഞ്ഞ അൽഹംദുലില്ലാ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എവിടെ പോയാലും യാസീനല്ലേ ഓതണേ? പറ മനുഷ്യ, യാസീനല്ലേ ഓതണേ? മരണ വീട്ടിൽ പോയ യാസീൻ ഓതും, പള്ളിക്കാട്ടിൽ പോയ യാസീൻ ഓതും, കല്യാണ വീട്ടിൽ യാസീൻ ഓതും, എവിടെ പോയാലും യാസീൻ ഓതും. എന്റെ 114 സൂറത്ത് യാസീൻ മാത്രമേ ഉള്ളൂ. എന്റെ ബക്കറ ഓതാത്തെ? എന്തേ ബക്കറ ഓതാത്തെ? നീ വിചാരിച്ച ഉസ്താദിനെ കൈമടക്കിട്ടാനാണെന്ന്? അല്ല മോനെ, അല്ല. യാസീൻ ഓതുമ്പോ നിന്റെ മനസ്സിൽ എന്താണോ നീയത്ത്, ആ നീയത്ത് അല്ലാഹു നിനക്ക് സാധിപ്പിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ഖുർആൻ ഓത്, നീ ഖുർആൻ ഓത്. എവിടാപ്പ ഖുർആൻ ഓതല്? നിക്കാഹ് നടക്കുന്ന സദസ്സിലൊക്കെ സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ ഫാത്തിഹ ഓതുന്നേ. വേണ്ടപ്പ ഞാൻ സന്തോഷം. കല്യാണ വീട്ടിൽ യാസീൻ ഓതിയിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറ, ഏത് കല്യാണം കിടക്കുന്ന സദസ്സിലാ മോനെ യാസീൻ ഓതിയിട്ടുള്ളത്? അവിടെ ഉസ്താദ് ചൂട് മൊട്ട വായിലിട്ടിട്ടുണ്ടല്ലേ, എന്തോ ചൂട് വായിക്കകത്തിട്ടിട്ട് ഇതിനെക്കാളും സ്പീഡിൽ ഓതാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഓതനെ. എന്നാൽ ഏതെങ്കിലും കല്യാണ വീട്ടിൽ നിക്കാഹ് നടത്തിയിട്ട് ഒരു യാസീൻ ഓതി നോക്കിക്കേ, അന്നവിടെ ഉഹദ് യുദ്ധം നടക്കും. പടച്ചവനെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതം നാട്ടുകാരെന്തോ പറയുന്നതല്ല. എടാ, ഒരു വീട് വെക്കും, 2 നിലയുള്ള കൊട്ടാരം പണിതു, തിന്നാൻ വിളിക്കുമ്പോ എല്ലാരും വന്ന് ഭക്ഷണവും കഴിച്ചിട്ട് പറയും, അവന്റെ അഹങ്കാരം കണ്ടോ, എന്തിനാടാ ഇത്രയും വലിയ വീട്? അവന്റെ വീട് ഇതിനെക്കാളും വലിയ വീടാ. നീ ഒരു വീട് വെച്ചു, താമസം കയറില്ലെന്ന് നാട്ടുകാരെ മുഴുവനും വിളിച്ചപ്പോ ആ വീട്ടിൽ കയറി വന്നിട്ട് നീ വെച്ചു കൊടുത്തത് തിന്നിട്ട് നിന്റെ ഇറച്ചിയും തിന്നിട്ട് പോകും. അതൊന്നും പോരാ, എന്തെല്ലാം പറയോ, അവന്റെ അഹങ്കാരം കണ്ടോ, എവിടുന്ന് അറബി എത്തീങ്ങാനിലാക്കിയിട്ട് കൊണ്ടുവന്നതാടാ, ഇതൊന്നും ഹലാലായ പൈസ അല്ലടാ, നിന്റത് തിന്നിട്ട് പ്രാവിയിട്ട് കണ്ണേറ് നടത്തിയിട്ട് ഇറങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഈ പഴയ ആൾക്കാരൊക്കെ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ വീടിന്റെ പണി പരിപൂർണമായിട്ട് ചെയ്യാറില്ല, ഒരല്പം ബാക്കി വെച്ചേക്കും, കണ്ണീർ കിട്ടാതിരിക്കാൻ. എല്ലാം ചെയ്തു കഴിഞ്ഞാല്, എല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ ആര് വന്നാലും പറയും വീടിന്റെ പണി പൂർത്തീകരിച്ചില്ല, അൽഹംദുലില്ലാ അങ്ങ് തുടങ്ങിയതാ, ഒരല്പമെങ്കിലും വെക്കും. അതിനെന്തേ? എന്തിനാ? ചില വീടിന്റെ മുന്നിൽ ഇങ്ങനെ കോലം കെട്ടിയിട്ടിരിക്കും. എന്തിന്? കണ്ണീർ കിട്ടാതിരിക്കാൻ. കണ്ണീർ വലിയ വിഷയമാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ചും കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ തമാശ പറഞ്ഞതല്ല, ഹദീസ് തന്നെയുണ്ട്. ഉദാഹരണം പറഞ്ഞ, വീടിന്റെ മുന്നിൽ നല്ല മനോഹരമായിട്ട് ഒരു വാഴ ഇങ്ങനെ കൊലച്ചു നിൽക്കാം. അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോ പറയും, ആമിന, എന്തൊരു കൊലയാടി ഇത് പടച്ചവനെ, അല്ലാഹുവേ, ആ കൊല അവിടെ നിന്ന് അടയാളം പോലും കാണൂല, കരിഞ്ഞു പോകും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ചില ആൾക്കാരുടെ നാവ് അങ്ങനെ. എന്റെ പ്രിയപ്പെട്ട, ഞാൻ എന്റെ ഒരു അനുഭവം, വലിയ പെരുന്നാളിന് ഉളുഹിയ ഇറക്കാറുണ്ട്. അപ്പൊ പോത്തിനെ വാങ്ങാൻ വേണ്ടി ഒരച്ചായന്റെ വീട്ടിൽ പോയി. എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാ. ഒരച്ചായന്റെ വീട്ടിൽ അദ്ദേഹം എല്ലാ വർഷവും ഇങ്ങനെ പോത്തിനെ വാങ്ങി വളർത്തും, എന്നിട്ട് കൊടുക്കും. അപ്പൊ അച്ചായന്റെ വീട്ടിൽ പോകുമ്പോ ഒരു മനോഹരമായ പോത്തുണ്ട്, പക്ഷെ പോത്തിന്റെ വാലിലെ തോൽ ഉരിഞ്ഞു പോയി. അത് കാരണം അച്ചായൻ തന്നെ പറഞ്ഞു, ഉസ്താദ്, ഇത് നിങ്ങൾക്ക് ഉളുഹിയയ്ക്ക് പറ്റുന്നതല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കഥയുണ്ട്, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ ചങ്ങനാശ്ശേരി പഴയ പള്ളിയിൽ നിന്ന് അവിടുത്തെ സെക്രട്ടറി ഉൾപ്പെടെയാ പോയെ. അപ്പൊ അയാള് പറയാ, ഉസ്താദെ, ഒരുത്തൻ ഇത് നോക്കാൻ വന്നു. ഇത് നോക്കാൻ വന്നിട്ട് ഇതിന്റെ വാല് കണ്ടപ്പോ അവൻ പറഞ്ഞു, അവൻ പൈസ പറഞ്ഞു, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലയുടെ കാര്യത്തിൽ അങ്ങോട്ട് ക്ലിയർ ആയില്ല. അപ്പൊ ഇവൻ പറഞ്ഞു, ഇതിന്റെ വാല് വല്ലാത്തതാച്ചാ, എന്തൊരു വാല, പടച്ചവനായ. അവൻ പറഞ്ഞിട്ട് അങ്ങ് പോയി. പിറ്റേ ദിവസം കാക്ക വന്ന് കൊത്തി കൊത്തി ആ വാലങ്ങ് പോയി. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, വല്ലാത്ത വാലാന്ന്. ഇതെല്ലാം കഴിഞ്ഞ് ഇതിന്റെ വാല് പോയി കഴിഞ്ഞപ്പോ ഇവൻ വന്ന് വീണ്ടും വില പറയാൻ, വാല് പോയില്ലേ, അച്ചായ കൊടുക്കുന്നു. അപ്പൊ അച്ചായൻ പറഞ്ഞു, ഇത് ഉളുഹിയയ്ക്ക് പറ്റത്തില്ല. അപ്പൊ ഓൻ പറയാ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ വേറെ ഒരു വാലുണ്ട് പൊട്ടിച്ചു വെച്ചേരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഒരു വാക്ക് കണ്ണീർ വല്ലാത്തതാ. ഇന്നത്തെ വീട് പണിക്കൊക്കെ എല്ലാം മനോഹരമായിട്ട്, ഇപ്പം വീടിന് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, പടച്ചവനെ, ഇപ്പൊ നിസ്കരിക്കാൻ തന്നെ ഒരു റൂമുണ്ട് വീട്ടിൽ.
ഏത് പുതിയ വീടെടുത്ത് നോക്കിയാലും ആ വീടിന്റെ അകത്ത് നമസ്കാര റൂം എന്ന് പറഞ്ഞൊരു റൂമുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു റൂമുണ്ടോ സഹോദര? നിങ്ങളുടെയൊക്കെ പഴയ കാലത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അങ്ങനെ ഒരു റൂം നിങ്ങളുടെ വീടിന്റെ അകത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഉദാഹരണം ചോദിച്ചതാ, ഇനി ഇതാരും ക്ലിപ്പാക്കിയേക്കരുത്. ഞാൻ ചോദിച്ച ഒരു കാര്യം, അങ്ങനെ ഒരു റൂം പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു? ഇല്ല. നമ്മുടെ വീടിന്റെ അകത്ത് എല്ലാ റൂമിലും നിസ്കരിക്കുമായിരുന്നു. നമ്മുടെ വീടിന്റെ അകത്ത് ഇപ്പൊ പുതിയൊരു മോഡൽ നിസ്കാര റൂം എന്ന് പറഞ്ഞൊരു റൂം, അതിനകത്ത് വേറെ ആരും കയറാറില്ല, പൊടിയടിച്ച് അവിടെ തന്നെ കിടക്കും. എന്റെ പ്രിയപ്പെട്ടത്, അതുപോലെ അടുക്കള. എത്ര അടുക്കളയുണ്ട്? 3 എണ്ണം. 1 അല്ല 3 എണ്ണം. എന്റെ പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ മഹത്തുക്കൾ പറയുന്നത് വീട്ടിൽ ഒരു അടുക്കളയെ പാടുള്ളെന്ന്. കാരണം എന്താ? പണ്ടത്തെ വീടിന്റെ അകത്ത് ചെറിയ അടുക്കള 4 ആണുങ്ങൾ ഉണ്ടെങ്കിൽ ഈ 4 എണ്ണത്തിന്റെ ഭാര്യമാരും ഉമ്മായും കൂടെ ഈ അടുക്കളയിൽ കിടന്നിട്ട് കസേര കളിയ, ചെറിയ അടുക്കളക്കകത്ത് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും, ശരീരം തട്ടും, പാത്രങ്ങൾ എടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവരുടെ ചർച്ചകൾ മുഴുവനും ആ അടുക്കളക്കകത്താ. പക്ഷേ അവരാ ഒരു ചെറിയ റൂമിന്റെ അകത്ത് കിടന്ന് കറങ്ങിയപ്പോ അവരുടെ മനസ്സിൽ അസൂയയില്ലായിരുന്നു, കുശുമ്പില്ലായിരുന്നു, അടിയില്ലായിരുന്നു, ബഹളമില്ലായിരുന്നു. മനസ്സുകൾ തമ്മിൽ അടുത്തിരുന്നു. ഇപ്പോഴോ ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം അവിടെ, ഒരെണ്ണം വെളിയിൽ. എന്നിട്ട് സ്ക്രൂ കൊടുക്കുക, അവസാനം അടിച്ചു പിരിയ. മനസ്സുകൾ അകന്നുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ വീടുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, എല്ലാവരും ഇന്ന് വീട് പണി നടത്തുമ്പോ നിങ്ങൾ ചിന്തിക്കണം സഹോദര, എല്ലാരും കഞ്ഞിമൂലയാ നോക്കണേ. ഒരാള് വീട് പണിയുമ്പോ വേണ്ട നിയമം എന്താണെന്ന് ആദ്യം ഉസ്താദന്മാരോട് ചോദിച്ചു പഠിക്കും. ഒരാള് വീട് പണിയുന്ന സമയത്ത്, ഒരു വീട് പണിയുമ്പോൾ ആ വീടിന് ഇസ്ലാം പറയുന്ന നിയമം എന്താ നോക്ക്. അല്ലാതെ ആശാരി പറയുന്ന എന്തിനാ കേൾക്കണേ? എടാ, വീട് അല്ലെങ്കിൽ എഞ്ചിനീയർ പറയുന്ന എന്തിനാ കേൾക്കണേ? നിന്റെ വീടിന്റെ അകത്ത് നിനക്ക് സമാധാനം വേണമെങ്കിൽ അവസാനം വീട് പണിയും, ലക്ഷങ്ങൾ മുടക്കിയിട്ട് വീണ് പണിയും, അവസാനം ഏതെങ്കിലും തങ്ങന്മാര് വന്നിട്ട് പറയും ഇടിച്ചു കളഞ്ഞേക്കാൻ. എന്നാൽ ആദ്യം ചോദിച്ചുകൂടെ സഹോദര, ഒരു വീട് പണിയുമെങ്കിൽ ഇസ്ലാം പറയുന്ന 3 കാര്യങ്ങളുണ്ട്, അതാ വേണ്ടത്. അല്ലാതെ കന്നിമൂലയല്ല. വാതിൽ ഇവിടെ വന്നാ കുഴപ്പം, അവിടെ വന്നാ കുഴപ്പം, ഇതിലേ കയറിയാ കുഴപ്പം, എവിടെ കയറിയാലും കുഴപ്പം തന്നെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് വന്നതിന് ശേഷം കിടന്ന് നെഞ്ചത്തടിക്കാതെ ഏത് കാര്യം ചെയ്യുമ്പോഴും നീ ആലോചിക്ക്. ഞാൻ പറഞ്ഞു വന്നത് യാസീനോദ് സഹോദര, യാസീനോദ്, അള്ളാഹുവിന്റെ ഖുർആനോദ്. മുത്തുനബിയുടെ പൊരുത്തം നിനക്ക് ലഭിക്കും, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹം നിനക്ക് ലഭിക്കും. ഒരാൾ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ആ യാസീൻ ഓതുന്നവൻ എന്താണോ മനസ്സിൽ കരുതിയത് അള്ളാഹു അതവന് കൊടുക്കും. യാസീൻ ഓതിയിട്ടുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് യാസീൻ ചെറിയ ഒരു സൂറത്താണെന്ന് പറയുന്ന കരുതിയിട്ട് നിങ്ങൾ അങ്ങനെ തള്ളിക്കളയരുത്. എന്തിനാണ് ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് യാസീൻ ഓതുന്നത്? ഇനിയെങ്കിലും പഠിക്കടാ ചെറുപ്പക്കാരാ. തിരക്കാണല്ലോ. പള്ളിപ്പറമ്പിൽ കിടക്കുന്ന വാപ്പാടെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് ഫാത്തിഹ ഓതിയിട്ട് ഓടുന്ന മക്കളുണ്ട്. സ്നേഹം കൊണ്ട് പറയുകയാ, നിങ്ങൾ ഖബറിന്റെ ചാരത്ത് പോയി നിന്ന് യാസീൻ ഓതണേ. എന്തിനാ ഓതാൻ പറഞ്ഞത്? നിങ്ങൾ പള്ളിയിലെ ഉസ്താദിനെ വിളിച്ച് നിർത്തിയിട്ട് ഓതിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിനക്ക് ഓതാൻ അറിയുമെങ്കിൽ നിന്റെ മാതാപിതാക്കളുടെ ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് യാസീൻ ഓത്. ആ യാസീൻ ഓതുന്നതിലൂടെ കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഖബറിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പാ 40 ദിവസം രക്ഷപ്പെടുമടാ പൊന്നുമോനെ. വാപ്പാടെ ഖബറിന്റെ ചാരത്ത് നിന്ന് യാസീൻ ഓതിയാൽ ആ മണ്ണിനടിയിൽ കിടക്കുന്ന നിന്റെ വാപ്പയുണ്ടല്ലോ, ആ വാപ്പയുടെ ഖബറിന്റെ അകത്ത് 40 ദിവസം അല്ലാഹു അദാബ് മാറ്റിവെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, 10 മണിക്ക് പരിപാടി അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് വിശദീകരിക്കുന്നില്ല. 4-മതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, മുത്തുനബിയുടെ പൊരുത്തം വാങ്ങണേ, മുത്തുനബിയുടെ പൊരുത്തം വാങ്ങണേ. 5-മത്തെ കാര്യം എന്തെന്നറിയുമോ?
അഞ്ചാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? നിന്റെ മാതാപിതാക്കളുടെ അനുവാദവും പൊരുത്തവും നീ വാങ്ങണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, നിന്റെ ഉമ്മയുടെ അനുവാദം വാങ്ങണ്, നിന്റെ വാപ്പയുടെ അനുവാദം വാങ്ങണ്. മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ നീ തുടങ്ങല്ലേ പൊന്നുമോര്. എത്ര പേരാ വാപ്പയോട് അനുവാദം ചോദിച്ചത്? പുതിയ ബിസിനസ് തുടങ്ങുമ്പോ ഉമ്മാനോട് പറഞ്ഞ് എത്ര പേരാ ഉള്ളത്? വാപ്പയോട് പറഞ്ഞ് എത്ര പേരാ ഉള്ളത്? കൂട്ടുകാര് പറയുന്നത് കേട്ടുകൊണ്ട് ലക്ഷങ്ങൾ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ട് അവസാനമെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് പടച്ചവനെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്ന ഉമ്മ, എല്ലാം നഷ്ടപ്പെട്ടു പോയുമ്മ. അവസാനമല്ലടാ ചെറുപ്പക്കാരാ പറയേണ്ടത്, ഈ സദസ്സിലിരിക്കുന്നവരോട് പടച്ചവനെ നിങ്ങളും ആരോട് പറയും? നിങ്ങളുടെ ഭാര്യമാരോട് പറയുമല്ലോ, നിങ്ങളുടെ ഭാര്യമാരോട് കച്ചവടം തുടങ്ങുമ്പോ പറയുമല്ലോ, പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോ ഭാര്യയോട് പറയുമല്ലോ. എന്തേ ഉമ്മയോട് പറയാത്തത്? എന്തേ ഉപ്പയോട് പറയാത്തത്? പറയേണ്ടത് അവരോടല്ലേ ചെറുപ്പക്കാരാ. ആദ്യമായിട്ട് പറയേണ്ടത് മാതാപിതാക്കളോടല്ലേ. ഭാര്യ ഇന്നലെ കേറി വന്നവളല്ലേ, അവൾ ഇന്നലെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളല്ലേ. മോനെ, നീ വിചാരിക്കും അത് ചെറിയ പാപമാണെന്ന്. ഇതൊക്കെയാണോ ഉസ്താദ് പറയേണ്ടത് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, നിനക്കതിന്റെ ഗൗരവം അറിയാഞ്ഞിട്ടാ, നിനക്കതിലൂടെ വരുന്ന നഷ്ടത്തെ കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാ. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ ചെറുപ്പക്കാരാ, ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ പെങ്ങള്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് സ്വഹാബികൾ കടന്നു വരികയാണ്. കണ്ണുകളോടെ മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് സ്വഹാബികൾ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, അൽഖമദാ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ അൽഖമ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളെ ചാരത്ത് കിടന്നു ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാ. അൽഖമയ്ക്ക് പറയണമെന്നുണ്ട്, പക്ഷേ നാവ് പൊങ്ങുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് സ്വഹാബത്ത് പറഞ്ഞു കൊടുക്കുമ്പോ മുത്തുനബി ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? സഹാബാ, അൽഖമ 5 നേരവും നമസ്കരിക്കുമോ? സഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുമ്പോ സ്വഹാബത്ത് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽഖമ ഒരു വഖത്ത് പോലും മുടക്കാത്ത സഹാബിയാ. പ്രവാചകൻ അവിടുന്ന് രണ്ടാമതായി ചോദിക്കുകയാ, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ആ ഉമ്മയുമായിട്ട് എങ്ങനെയാണ് അൽഖമ? ആ സമയത്ത് സ്വഹാബികൾ പറഞ്ഞു, നബിയേ ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമാ, ഉമ്മാനോട് വല്ലാത്ത സ്നേഹമാ, ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യുന്ന മകനാ. പക്ഷേ നബിയേ, അൽഖമയുടെ ഉമ്മയ്ക്ക് ഒരേ ഒരു പരാതിയുണ്ട് നബിയേ. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവിന് ഒരേ ഒരു പരാതിയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചുകൊണ്ട് വരാൻ പറയുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന ഓരോ ഭർത്താക്കന്മാരും കേട്ടോ, ഓരോ മക്കളും കേട്ടോ, മോനെ ഇത് നിനക്ക് പഠിക്കാനുള്ള ചരിത്രമാ. നിങ്ങളെ സിറാജിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്നെ വേദനാൽ ഞങ്ങളെ കുറ്റം പറയുന്നു എന്ന് നിങ്ങൾ പറയരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ
പ്രവാചകൻ പറഞ്ഞു ഉമ്മാനെ വിളിച്ചു കൊണ്ടുവരാറ്. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് മുത്തുനബിയുടെ മുന്നിലേക്ക് വന്നപ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നു, ഉമ്മാ പൊന്നുമകനുമായിട്ട് എങ്ങനാ ഉമ്മ, അൽഖമയുമായിട്ട് എങ്ങനെയാണ്? അവിടെന്ന് പറയുന്നു, നബിയേ എനിക്കവനെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, എനിക്കവനോട് വല്ലാത്ത സ്നേഹമാണ് നബിയേ, അവനെ ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. പക്ഷേ ഉമ്മയുടെ മനസ്സിന്റെ വേദന എന്തെന്നറിയോ? ഉമ്മയുടെ മനസ്സിന്റെ വേദന എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്ത് കാര്യമുണ്ടെങ്കിലും അവൻ ആദ്യം പറയുന്നത് അവന്റെ ഭാര്യയോടാണ് നബിയേ. എന്തുണ്ടെങ്കിലും അവൻ ആദ്യം വന്നിട്ട് അവന്റെ കാര്യങ്ങൾ പറയുന്നത് അവന്റെ ഭാര്യയോടാ, പിന്നെ എന്നോട് പറയുകയുള്ളൂ. അവൻ രണ്ടാമത് എന്നോട് പറയുകയുള്ളൂ. അവൻ ആദ്യം പറയേണ്ടത് എന്നോടല്ലേ നബിയേ, ഞാൻ അവന്റെ ഉമ്മയല്ലേ നബിയേ, ഞാൻ അവനെ കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ നബിയേ, അവൻ എന്നെക്കാലു സ്നേഹം അവന്റെ ഭാര്യയോടാണ് നബിയേ. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മ പൊരുത്തപ്പെട്ട് കൊടുക്കുമ്മ. അൽഖമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ, അൽഖമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ കഴിയുന്നില്ല ഉമ്മ, നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ട് കൊടുക്ക്. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് പറഞ്ഞു, ഇല്ല നബിയേ, അവൻ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, ഞാൻ അവന്റെ ഉമ്മയല്ലേ. എടാ ചെറുപ്പക്കാരാ, ഉമ്മാനെ തല്ലിയതിന്റെ പേരിലല്ല, ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിച്ചതിന്റെ പേരിലല്ല, ഉമ്മാനെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതിന്റെ പേരിലല്ല, ഉമ്മാനെ കുത്തുവാക്ക് പറഞ്ഞതിന്റെ പേരിലല്ല. പിന്നെ എന്തുകൊണ്ടാണ് തന്റെ നാവ് പൊങ്ങാത്തതിന്റെ കാരണം എന്തെന്നറിയോ? എന്ത് കാര്യവും ആദ്യം പറയുന്നത് ഭാര്യയോടാ, എന്നെ ഉമ്മയോട് പറയാറുള്ളൂ. ആ ഒറ്റ മനസ്സ് വേദനിച്ചതിന്റെ പേരില്, ആ മാതാവിന്റെ മനസ്സ് വേദനിച്ചതിന്റെ പേരില് അവിടുന്ന് ഷഹാദത്ത് കലിമ പറയാ കഴിഞ്ഞില്ലെന്ന് ചരിത്രം പറയുമ്പോ ഇത് സാധാരണ ഒരാളല്ല, അസ്വഹാബി കന്നുചൂ എന്റെ സ്വഹാബികള് നക്ഷത്ര തുല്യരാ, അവരെ കൊണ്ട് അല്ലാഹു തൃപ്തിപ്പെട്ടവരാ. അവരിൽ നിങ്ങൾ ആരെ പിൻപറ്റിയാൽ നിങ്ങൾ സ്വർഗത്തിലാണ് സഹാബ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സ്വഹാബിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഉമ്മാനെക്കാല് സ്ഥാനം കൊടുക്കുന്ന, ഉമ്മയെക്കാല് ഭാര്യയ്ക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. ഭാര്യയുടെ മുന്നിൽ പോയ സർവ്വരഹസ്യങ്ങളും പറയുമല്ലോ, പറഞ്ഞിട്ടെന്ത് കിട്ടാനാ ചെറുപ്പക്കാരാ? ഈ നിരന്നിരിക്കുന്ന ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ, ഏതെങ്കിലും കച്ചവടം ചെയ്തിട്ട് നഷ്ടം വന്നപ്പോ, ഏതെങ്കിലും കച്ചവടം നടത്തിയിട്ട് നഷ്ടത്തിലായി, ലക്ഷങ്ങളുടെ നഷ്ടം വന്നു, വീട്ടിൽ കയറി ചെന്നിട്ട് പെണ്ണുമ്പിള്ള എടുത്ത് പറഞ്ഞ അവള് പറയുന്ന വാക്കെന്താ? അങ്ങനെ തന്നെ വേണം. ലക്ഷങ്ങളുടെ നഷ്ടം വന്നിട്ട് ഭാര്യയുടെ മുന്നിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഭർത്താവ് എടി എല്ലാം നഷ്ടപ്പെട്ടു പോയടി എന്ന് പറയുമ്പോ അവള് പറയും നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലോ. എന്നാ നീ കച്ചവടം തുടങ്ങിയപ്പോ നിന്റെ ഉമ്മാനോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല. അവസാനം ലക്ഷങ്ങളുടെ നഷ്ടം വന്നിട്ട് ഉമ്മാടെ മടിയിൽ പോയി കിടന്നിട്ട് ഉമ്മ എല്ലാം പോയുമ്മ എന്ന് പറയുമ്പോ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പോട്ട മോനെ അള്ള നിനക്ക് തരുമടാ, ആ ഒരു വാക്ക്, അതാ ഉമ്മ. അള്ളാഹു നമ്മുടെ ഉമ്മമാരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അള്ളാഹ് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഉമ്മാന്റെ അടുക്ക പോയി പറഞ്ഞാൽ ഉമ്മ മടിയിൽ പിടിച്ച് കിടത്തിയിട്ട് തലോടിക്കൊണ്ട് പറയും, ദുആ ചെയ്യും. അതാ
ആ ഒരു ദുആയ നമുക്ക് വേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മാനെ കുറിച്ച് മനസ്സിലാക്കണം. ചില മക്കൾ അങ്ങനെ എവിടെ പോയാലും ഉമ്മാനോട് പറഞ്ഞിട്ട് പോകും. പെണ്ണും കെട്ടി, മക്കളുണ്ടായി, മക്കളെയും കെട്ടിച്ചു, അവർക്കും മക്കളായി. എന്നാലും ഉമ്മായും വാപ്പായും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കടയിൽ പോകുകയാണെങ്കിൽ പറയും, ഉമ്മ കച്ചവടത്തിന് പോവാ, ദുആ ചെയ്യേ. എല്ലാ ദിവസവും രാവിലെ കട തുറക്കാൻ പോകുമ്പോ ഉമ്മാനോട് പറയും, വാപ്പയോട് പറയും. അതാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് മാതാവിനോട് ചോദിച്ചു, ഉമ്മ ഞാനൊരു യാത്രയ്ക്ക് പോകുകയാ, തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മാൻ എന്ത് കൊണ്ടുവരണം? പെണ്ണുമ്പിള്ളയോട് ചോദിക്കും, ആമിന ഗൾഫിൽ നിന്ന് ഞാൻ വരുന്നടി, എന്ത് വേണം? അവളൊരു ലിസ്റ്റ് ഇട്ട് തരും. മലേഷ്യയിൽ നിന്ന് നാട്ടിലേക്ക് വരാനൊരുങ്ങുന്ന ചെറുപ്പക്കാരൻ ഭാര്യയോട് ചോദിക്കും, നിനക്കെന്ത് വേണം? അവളൊരു വലിയ നോട്ടീസ് ഇട്ട് തരും. അവൾക്ക്, അവളുടെ മാതാപിതാക്കൾക്ക്, അവളുടെ അനിയത്തിമാർക്ക് വലിയ ലിസ്റ്റ്. എന്നാ ഉമ്മാനോട് ചോദിക്കാറുണ്ടോ, ഉമ്മ നിങ്ങൾക്ക് എന്ത് വേണം? ആ ഉമ്മാടെ ദുആ കൊണ്ടല്ലേ നീ സൗദി പോയത്, നീ ഗൾഫിൽ പോയത്, നീ മലേഷ്യ പോയത്. എവിടെന്നാ മോനെ ഈ പണമൊക്കെ ഉണ്ടാക്കിയത്? നട്ടം തിരിഞ്ഞ് ഈ നാട്ടിലൂടെ തെക്കുവടക്ക് നടന്നപ്പോ ഉമ്മ 50 രൂപ പള്ളിയിലെ ഉസ്താദിന്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ മോനൊരു ജോലി കിട്ടാൻ ദുആ ചെയ്യ്, ഗൾഫിൽ പോവാ. അങ്ങനെ നീ ഗൾഫിൽ പോയി. അള്ളാഹുവേ, അവിടെ പോയപ്പോ കാട്ടറബിയുടെ കൂടെ നടക്കണത്, വലിയ ചൂട്, വലിയ കഷ്ടപ്പാട്, ശമ്പളമില്ല, ഭക്ഷണമില്ല, കുബൂസും വെള്ളവും. വിളിച്ചു പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, ഇല്ല മോനെ, അറബിയുടെ മനസ്സൊക്കെ മാറി, ഞാൻ ദുആ ചെയ്തോളാം. പടച്ചവനെ, ഉമ്മ ഇവിടെ കിടന്ന് ദുആ ചെയ്തു. അപ്പൊ അൽഹംദുലില്ലാ അറബിയുടെ മനസ്സ് മാറി, ശമ്പളമായി, റബ്ബിന്റെ സഹായം കിട്ടി. അൽഹംദുലില്ലാ നീ നല്ല നിലയിലായി, വലിയ വീട് വെച്ചു, എല്ലാമായി. എന്നിട്ട് നാട്ടിലേക്ക് വരാൻ സമയത്ത് നീ ഭാര്യയോട് ചോദിക്കാ എന്ത് വേണം? ഉമ്മാനോട് ചോദിക്കാറില്ല. വാപ്പാനോട് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്നതിൽ പലരും ഗൾഫിൽ പോയിട്ട് പ്രവാസികളാ. നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ ഗൾഫിൽ നിന്ന് വരാൻ സമയത്ത് നിങ്ങളുടെ വാപ്പാനോട് ചോദിച്ചിട്ടുണ്ടോ, വാപ്പ നിങ്ങൾക്ക് എന്താ വേണ്ടേന്ന്? ചോദിക്കത്തില്ല. കാരണം എന്തേ? എപ്പോഴും വാപ്പ ഇങ്ങനെ കടിച്ചോണ്ട് നടക്കും, ചിരിക്കാറില്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ വാപ്പായ്ക്ക് നമ്മളോട് സ്നേഹമില്ലെന്ന. എന്നാ ഉമ്മാനെക്കാളും സ്നേഹം വാപ്പയ്ക്കാ, പക്ഷെ പുറത്ത് കാണിക്കാറില്ല. വാപ്പമാര് സ്നേഹം പുറത്ത് കാണിക്കാറില്ല. കാരണം കാണിച്ചു കഴിഞ്ഞാൽ തോടി കയറിയിരിക്കും. അതുകൊണ്ടാ കൊച്ചുകുട്ടികളെയും പട്ടിക്കുട്ടികളെയും അടുപ്പിക്കരുതെന്ന. കാരണം എന്തേ? ഇങ്ങോട്ട് കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ വിലയുണ്ടാകത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പമാർ അത് മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത സ്നേഹമാ. അള്ളാഹുവേ, എല്ലാരും പറയാറുണ്ട് ഉമ്മാടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നേന്ന്. അപ്പൊ ഈ അടുത്ത് കാസർഗോഡുള്ള ഒരു ചെറിയ പയ്യൻ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മാടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്, അപ്പൊ വാപ്പാടെ കാലിന്റെ ചുവട്ടി ജഹന്നമാണ് കിടക്കണമെന്ന് വെച്ചേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ലുഖ്മാൻ എന്ന, ഒരു സൂറത്തിന്റെ പേര് തന്നെ ലുഖ്മാൻ എന്ന. ആ ലുഖ്മാനുൽ ഹകീം തങ്ങളൊരു യാത്രയ്ക്ക് പോകാൻ തയ്യാറായപ്പോ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ പോയിട്ട് വരുമ്പോ എന്ത് വേണം എന്റെ ഉമ്മച്ചിക്ക്? എന്റെ പെറ്റുമ്മായ്ക്ക് എന്ത് വേണം? ഞാൻ കൊണ്ടുവരാ ഉമ്മ. ഉമ്മ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. ഇല്ല ഉമ്മ, പറ. ആ സമയത്ത് പറഞ്ഞു, നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വാരിയിട്ട് വന്നാ മതി, ഒന്നും എനിക്ക് വേണ്ട. നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വാരിയിട്ട് വരണം. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, സ്വർഗത്തിലെ മണ്ണ് വേണോ? അതിനെന്തിനാ ഞാൻ പോയിട്ട് വരണവരെ കാത്തിരിക്കണേ? ഇപ്പൊ തരാവുമ്മ. ഉമ്മയ്ക്ക് സ്വർഗത്തിലെ മണ്ണല്ലേ വേണ്ടേ? ഉമ്മാടെ കാൽച്ചുവട്ടിൽ ഇരുന്നിട്ട് പറഞ്ഞു, ഒന്ന് കാലുവെക്കുമ്മ. ഉമ്മ കാലുവെക്കിയപ്പോ ആ കാല് ചുംബിച്ചിട്ട് കാലിന്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരി ഉമ്മയുടെ കൈ വെച്ചിട്ട് പറഞ്ഞു, ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമ്മായോടും വാപ്പാനോടും അനുവാദം ചോദിക്കണം. ഏത് ബിസിനസ് തുടങ്ങുമ്പോ അപ്പൊ നീ ചോദിക്കൂ, ഉസ്താദെ പാപ്പ പള്ളിപ്പറമ്പിൽ കിടക്കല്ലേ, എങ്ങനെ അനുവാദം ചോദിക്കാം? പോയി ചോദിക്കണം മോനെ. പള്ളിപ്പറമ്പിൽ കിടക്കുന്ന പിതാവിന്റെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് നീ ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഖബറിന്റെ ചാരത്ത് നിന്ന് നടന്നു പോകുമ്പോ ആ നടത്തത്തിന്റെ ശബ്ദം പോലും ഖബറാളി കേൾക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നല്ലോ. മരിച്ചുപോയ നിന്റെ മാതാപിതാക്കൾ കേൾക്കുന്നവരാണെന്ന് വിശ്വസിക്കുന്നവരാ നമ്മളൊക്കെ. മരിച്ചുപോയ മാതാപിതാക്കള് പടച്ചവനെ അവരുടെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് അസ്സലാമു അലൈക യാ അബീ, വാപ്പാടെ ഖബറിന്റെ ചാരത്ത് ചെന്ന് സലാം പറഞ്ഞിട്ട് ആ വാപ്പയോട് പറയണമുപ്പാ, ഞാനൊരു
കച്ചവടത്തിനിറങ്ങുകയാവുപ്പാ, ഞാനൊരു വീട് വെക്കാൻ ഇറങ്ങുകയാവുപ്പാ, ഞാനൊരു വിവാഹത്തിന് പെണ്ണ് കാണാൻ ഇറങ്ങുകയാണ്. നിങ്ങളുണ്ടായിരുന്നെങ്കിൽ എന്റെ കൂടെ വരേണ്ടത് ഉപ്പയായിരുന്നല്ലോ, എന്റെ ഉമ്മയായിരുന്നല്ലോ. എന്റെ വീടിന് കുറ്റിയടിക്കുമ്പോ ആദ്യമായിട്ട് കൂടെ നിൽക്കേണ്ടത് എന്റെ ഉപ്പയായിരുന്നല്ലോ. നിങ്ങൾ കബറിലാണെങ്കിലും പടച്ചവരെ ദുആ ചെയ്യടേ ഉപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളുടെ പൊരുത്തം ചോദിക്കണേ. ആ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ നീ തയ്യാറാകണ്ട. എത്ര വലിയ കോടിക്കണക്കിന് ചെലവഴിച്ചാൽ അവസാനം നിനക്ക് നഷ്ടമാ മോനെ, അവസാനം നിനക്ക് നഷ്ടമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെന്ന് പറഞ്ഞു തരികയാ, നിന്റെ മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങണേ, അവരുടെ അനുവാദം വാങ്ങണേ, എങ്കിലേ നിനക്ക് അല്ലാഹുവിന്റെ സഹായവും പടച്ച റബ്ബിന്റെ തൃപ്തിയും അല്ലാഹു നിനക്ക് ബർക്കത്ത് തരൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിന്റെ അകത്ത് കിടക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. ഇനി പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നീ കെട്ടിയ വീടിന്റെ അകത്ത് ഇനിയും ബർക്കത്ത് കടന്നു വരികയാണ്. നിന്റെ കടയിലേക്ക് ബർക്കത്ത് വരാനുള്ള വഴിയാണ്. നിന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള വഴിയാ. അപ്പൊ കഴിഞ്ഞതൊക്കെ പോകട്ടെ, ഇനിയെങ്കിലും പറയുന്നതൊന്ന് അനുസരിക്കൂ. ഈ പറയുന്ന കാര്യങ്ങളെങ്കിലും നിനക്കൊന്ന് ചെയ്യാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകൂനു ബർകതക അലൈക വഅലാ അഹ്ലി ബൈതിക. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് വിളിക്കുന്നു, മോനെ അനസ്, നിനക്ക് ബർക്കത്ത് വേണോ അനസ്? നിന്റെ കുടുംബക്കാർക്ക് ബർക്കത്ത് വേണോ അനസ്? വീടിന്റെ അകത്ത് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, സമ്പത്തിൽ ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, കച്ചവടത്തിൽ ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, കടയ്ക്കകത്ത് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, ബെഡ്റൂമില് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, ഭക്ഷണത്തില് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, അല്ലാഹുവിന്റെ റസൂലാണ് വിളിക്കുന്നത്, യാ ബുനയ്യ, മോനെ അനസ്, ഇദാ ദഖൽത അലാ അഹ്ലിക, നീ നിന്റെ വീട്ടുകാരുടെ മുന്നിലേക്ക് കടന്നു പോയാൽ, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാ നീ എന്ത് ചെയ്യണമെന്നറിയുമോ? ഫസല്ലിം, നീ സലാം പറയണേ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, ഇന്നത്തെ ഈ വഅദ് കേട്ടിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, നിങ്ങൾ ഇന്നത്തെ വഅദ് കേട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോ നിങ്ങൾ പറയണേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിങ്ങൾ സലാം പറയണേ. അങ്ങനെ സലാം പറഞ്ഞ യകൂനു ബർക്കത, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന യകൂനു ബർക്കത അലൈക വഅലാ അഹ്ലി ബൈതിക, നിന്റെ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ വീടിന്റെ അകത്ത് ബർക്കത്ത് കിട്ടാനുള്ള ഒരു വഴി, നീ നിന്റെ വീട്ടിലേക്ക് ചെന്നാൽ സലാം പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനാ സലാം പറയുന്നത് ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞങ്ങാതി. സലാം 3 രീതിയിൽ.
സലാം 3 രീതിയിൽ. 1 അസ്സലാമു അലൈക്കും, 2 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, 3 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതിലെ ഏതാ പറയേണ്ടത്? സലാം 3 രീതിയിൽ. എന്തേ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? എന്തേ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? സ്വന്തം പെണ്ണുമ്പിള്ളയെ എടുത്ത് സലാം പറയണ എത്ര ഭർത്താക്കന്മാരുണ്ട്? ആലോചിക്ക്. വീട്ടിൽ കയറി ചെല്ലുമ്പോ ഭാര്യയോട് പറയാ അസ്സലാമു അലൈക്കും. ഇന്ന് വയത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് പെണ്ണുമ്പിള്ളയെ എടുത്ത് സലാം പറഞ്ഞ ഓള് ചിന്തിക്കും, പഠിച്ചവനെ ശൈത്താൻ വല്ലതും കൂടിയല്ല. പതിവാ ഇങ്ങനെ ആദ്യമായിട്ടാ. നിങ്ങൾ ചിരിക്കണ്ട. നിങ്ങളെങ്ങാണം പോയിട്ട് സലാം പറഞ്ഞ, ഓ ആമിന ഇന്ന് വീട്ടിൽ പോയിട്ട് ബെല്ലടിച്ചു, കെട്ടിയവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരിക, ഇച്ച ഇങ്ങനെ ഇറങ്ങി വന്ന് വാതിൽ തുറക്കുമ്പോ ആമിനത്തെ ഇങ്ങനെ നിന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു, അങ്ങാരി വെടി കൊണ്ടതുപോലെ നിൽക്കുക. പടച്ചവനെ ഉസ്താദിന്റെ അടുക്കുന്ന ഒരു ചരട് പൊതി വാങ്ങണം. കാരണം വാതിന് പോയപ്പോ ഏതോ ശൈത്താൻ കൂടിയെന്ന്. കാരണം നമ്മളാരും പറയാറില്ല, നമ്മളാരും സലാം പറയാറില്ല. നമ്മളെക്കാളും വലിയ പിശുക്കന്മാര് ലോകത്തുമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തേ മനുഷ്യ ഒരു സലാം പറഞ്ഞ ഫോൺ വന്നാൽ ആദ്യം ചോദിക്കുന്നത് ഹലോന. സലാം പറയണ എത്ര പേരുണ്ട്? സ്വന്തം പെണ്ണുമ്പിള്ളയാ വിളിക്കുന്നതെന്നറിയാം. അറിയാത്ത നമ്പരാണെങ്കിൽ നിങ്ങൾ ചോദിക്കും, ഉസ്താദ് അറിയാത്ത നമ്പരാണെങ്കിൽ ഒരു അമുസ്ലിമാണ് വിളിക്കുന്നെങ്കിൽ സലാം പറയാൻ പാടുണ്ടോ? ഇല്ല. നിന്റെ പെണ്ണുമ്പിള്ളയാ വിളിക്കണേ, നമ്പര് നിനക്കറിയാം, എന്നാ നീ അസ്സലാമു അലൈക്കും എന്തേ നിൽക്കില്ല. പെണ്ണുമ്പിള്ള വിളിച്ച് ആദ്യം ചോദിക്കുക എന്തേന്ന് ചോദിക്കണേ. ഭാര്യയെ വിളിക്കുമ്പോ അറിയാം. ഭാര്യയാണ് ഫോൺ വിളിക്കുന്നെങ്കിൽ അറിയാം. ചുമ്മാതെ നിൽക്കുക കൂട്ടുകാരുടെ കൂടെ. അപ്പോഴാണ് പെണ്ണുമ്പിള്ള ഫോൺ വിളിക്കണത്. എടുത്തിട്ട് എന്താടി, എന്താ വിശേഷം, സുഖം, കഴിഞ്ഞു, അസ്സലാമു അലൈക്കും. അപ്പൊ മനസ്സിലായിക്കൊണ്ട് അത് ഭാര്യയെ വിളിച്ച്. വേറെ ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ ചോദിക്കും, ഹലോ എന്താ, സുഖമാണോ, തിന്നോ, ഉറങ്ങിയോ, കടന്നോ, നടന്നോ? ഇതവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലേക്ക് കടന്നുപോയാൽ സലാം പറയണം. അതും പരിപൂർണമായി പറയണം. ഇനി വീടിന്റെ അകത്ത് ആളില്ലെങ്കിലും, വീടിന്റെ അകത്ത് ആളില്ലെങ്കിലും സലാം പറയണം. വീടിന്റെ അകത്ത് ആളില്ലെങ്കിലും സലാം പറയണം. നീ രാവിലെ കട തുറക്കാൻ പോവാ, എങ്ങനെ സലാം പറയണ്ടേ? കട തുറക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. കട തുറക്കുമ്പോഴും നീ സലാം പറയണേ. മടക്കാൻ കടയ്ക്കകത്ത് ആളില്ലെങ്കിലും അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, വീടിന്റെ അകത്ത് ആരുമില്ല, പൂട്ടിക്കിട്ടിരിക്കുകയാണ് എങ്കിലും വീടിന്റെ അകത്ത് കയറുമ്പോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അവിടുന്ന് സലാം പറയണേ. ഈ സലാം നിനക്ക് രക്ഷയാണ്. ഈ സലാം ബർക്കത്ത് കൊണ്ടുവരികയാണ്, അല്ലാഹുവിന്റെ സഹായം കൊണ്ടുവരികയാണ്. ഈ സലാം പറയുന്നതിലൂടെ നിന്റെ മനസ്സുകൾ അടുക്കുകയാ. അതുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് പറയുകയാ, സലാം പറഞ്ഞുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലു. അല്ലാഹു നിന്നിലും നിന്റെ വീട്ടിലും ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതാ സലാം പറയുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? വഅൻ അബീ ഉമാമ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഔലൻ നാസി ബില്ലാഹ് മൻ ബദഅഹും ബിസ്സലാം. സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങണേ. ആദ്യം സലാം പറയുന്നവന്, ആദ്യമായിട്ട് സലാം പറയുന്നവന് ഒരാളെ കാണുമ്പോ അവൻ പറയട്ടെ എന്നല്ല, നീ പറയട്, നീ മത്സരിക്കട്. ആദ്യമായിട്ട് ആരാണോ സലാം പറയുന്നത് അവൻ അല്ലാഹുവിന്റെ സാമീപ്യം ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവൻ അല്ലാഹുവിന്റെ സാമീപ്യം ലഭിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, വീട് വെച്ച് കഴിഞ്ഞു, കച്ചവടം തുടങ്ങിക്കഴിഞ്ഞു, കുടുംബജീവിതം തുടങ്ങിക്കഴിഞ്ഞു, അതാ വാഹനം എടുത്തു കഴിഞ്ഞു. ഇനി അതിനകത്ത് ബർക്കത്ത് കിട്ടാനുള്ള വഴിയാ നീ സലാം പറയടേ. അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നിങ്ങളെ കേട്ടോ, രണ്ടാമത്തെ കാര്യമാണ് ഇനി നിനക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ?
അല്ലാഹുവിന്റെ റസൂല് പറയുകയാ ഇജ്തമിഉ അലാ തുആമികും ഉദ്കുറു ഇസ്മല്ലാഹി അലൈഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ ബർക്കത്ത് കിട്ടാനുള്ള രണ്ടാമത്തെ വഴി എന്താ? ബർക്കത്ത് ലഭിക്കാനുള്ള രണ്ടാമത്തെ വഴി എന്താ? മുത്തുനബി എവിടെന്ന് പറയുകയാ അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങണേ. എന്റെ പ്രിയമുള്ളവരെ, ഈ നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ഏതെന്നറിയുമോ? നിങ്ങളുടെ ഈ നാട്ടില് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം ഏതെന്നറിയുമോ? അത് 2 നിലയുള്ള വീടല്ല, AC ഉള്ള വീടല്ല, ഒരുപാട് ഗാർഡനുള്ള വീടല്ല, സ്വിമ്മിംഗ് പൂളുള്ള വീടല്ല. പടച്ചവനെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം ഏതെന്നറിയോ? നെഞ്ചു ചിന്തിക്ക ചെറുപ്പക്കാരാ. ഈ സദസ്സിലിരിക്കുന്നവരോട്, ഭാര്യയോടും ഭർത്താവിനോടും ഞാൻ ചോദിക്കുകയാ, ഈ സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളോട് ചോദിക്കുകയാ, ഈ നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ഏതെന്നറിയുമോ? നിസ്കരിക്കുന്ന വീടിനെ കുറിച്ചല്ല, നോമ്പുകാരുള്ള വീടിനെ കുറിച്ചല്ല, സദഖ കൊടുക്കുന്ന വീടിനെ കുറിച്ചല്ല, ഖുർആൻ ഓതുന്ന വീടിനെ കുറിച്ചല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഈ നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം ഏതെന്നറിയുമോ? ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടല്ലോ, അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ബർക്കത്ത് കിട്ടാനുള്ള രണ്ടാമത്തെ വഴി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്. ആരാപ്പ? ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ കൈബുക്ക. ഈ കൂട്ടത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണത് സ്റ്റേജിൽ ആരും ഇല്ലേപ്പാ? ആലോചിക്കേ എന്റെ പൊന്നാര ചങ്ങാതിമാരെ, എങ്ങനെ നിന്റെ വീട്ടിൽ ബർക്കത്തുണ്ടാകും? എങ്ങനെ നിന്റെ വീട്? നീ വിചാരിച്ചോ 2 നില കൊട്ടാരമാണെന്ന്? അല്ലാഹ്ക്ക് അല്ല. അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് നിന്റെ വീടല്ല. എടാ, ഒരു ഭാര്യയും ഭർത്താവും പണ്ടൊക്കെ ഒരു വീട്ടിൽ ഒരു പാത്രമേ ഉള്ളൂ. ഒരു വീടിന്റെ അകത്ത് ഒരു പാത്രമേ ഉള്ളൂ. ആ പാത്രത്തിന്റെ അകത്താണ് എല്ലാരും കൈയിട്ട് വാരി തിന്നണത്. ഇപ്പോഴോ? നീ ചിന്തിച്ചു നോക്ക്. എടാ, ഏറ്റവും വലിയ ശത്രു ആരാ? നിന്റെ ഏറ്റവും വലിയ, നീ വിചാരിക്കുന്നത് നിന്നോട് ഏറ്റവും വലിയ അസൂയ നാട്ടുകാർക്കാണെന്ന? അല്ലടാ മോനെ, പഠിച്ചോ. നിന്നോട് ഏറ്റവും കൂടുതൽ അസൂയ നാട്ടുകാർക്കല്ല, നിന്റെ സ്വന്തം കൂടപ്പുറപ്പിനാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേ മടിയണ്ട? തെളിവ് വേണോ? തെളിവ് വേണോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം വാപ്പാന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, യാക്കൂബ് നബിയോട് പറഞ്ഞു, വാപ്പച്ചി ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു കേട്ടാ. വാപ്പ എന്തേ പറഞ്ഞേ? കാക്കാമാരോടൊന്നും പറയണ്ട കേട്ടോ. എന്താ പറഞ്ഞേ? യൂസുഫ് നബി പോയിട്ട് ഒരു സ്വപ്നം കണ്ട കഥ പറഞ്ഞപ്പോ വാപ്പ മകനോട് പറഞ്ഞു കൊടുക്കണം, മോൻ ഇക്കാമാരോടൊന്നും പറഞ്ഞു കൊടുക്കണ്ട, ഈ കണ്ട കാര്യം അതങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ യൂസുഫ് നബി പാവം കുട്ടിയായിരുന്നു, പോയി കാക്കച്ചിമാരോടെല്ലാം പോയി പറഞ്ഞു കൊടുത്തു. അവസാനം എന്ത് ചെയ്തേ? പൊട്ടക്കടറ്റിൽ വലിച്ചെറിഞ്ഞിട്ട് കൊല്ലാൻ നോക്കി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോ എന്നെക്കാളും നല്ല ജീവിതം എന്റെ കൂടപ്പുറപ്പിന് വേണ്ട, അത് ആഗ്രഹിക്കാം. എന്നാ പണ്ട് അങ്ങനല്ല. ഒരു വീടിന്റെ അകത്ത് ഒരു പാത്രത്തിന്റെ അകത്തിരുന്ന് എല്ലാരും കൈയിട്ട് വാരി തിന്നും. അങ്ങനെ തിന്നപ്പോ ഒരു ബന്ധവും ഉണ്ടായിരുന്നു, മനസ്സുകൾ തമ്മിൽ അടുക്കുമായിരുന്നു. ഇപ്പോ ആലോചിക്ക്, പണ്ടൊക്കെ നമ്മുടെ ഉമ്മ ഒരു പാത്രത്തിന്റെ അകത്തോട്ട് അങ്ങോട്ട്, പടച്ചോനെ തൈരും, അന്ന് പിന്നെ വേറൊന്നും ഇല്ലല്ലോ, തൈരെല്ലാം കൂടെ കറിയെല്ലാം കൂടെ വാരി ഒരു പാത്രത്തിനിട്ടിട്ട് മിക്സിക്കകത്തിട്ട് കുഴക്കണ പോലെ ഉമ്മ ഒരു കുഴയാ. ഉമ്മ എല്ലാം ഇങ്ങനെ കുഴച്ചിട്ട് വാരിത്തരും. നമ്മളിങ്ങനെ നോക്കി നിൽക്കും. വേണോടാ സിറാജ്? വേണോ ഉമ്മച്ചി? ഓടിച്ചെല്ലും, വാരിത്തരും. അൽഹംദുലില്ലാ നമ്മളൊക്കെ കഴിക്കും. ഇന്ന് ഇരിക്കണ വാപ്പന്മാരോട് ഞാൻ ചോദിക്കട്ടെ, ഇരിക്കണ ഉമ്മമാരും വാപ്പന്മാരും ഇന്ന് വയല് കഴിഞ്ഞ് വീട്ടിൽ പോയി, എന്നിട്ട് ഇതുപോലെ ചോറെല്ലാം കൂടെ വാരിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് മക്കളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് കുഴക്കണം.
മക്കളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ കുഴച്ചിട്ട് അബൂബക്കർ ഇങ്ങ വാടാ മോനെ വിളിക്കുക, മോനെ അബൂബക്കർ ഇങ്ങതാ വാപ്പച്ചി വാരിത്തരാം. ഉമ്മ തിന്നോ ഉമ്മ എനിക്ക് വേണ്ട. കാരണം എന്തേ? അവൻ അറിയാതെ എച്ചിലാണെന്ന്. അവൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഭർത്താവ് തിന്നതിന്റെ പണ്ടത്തെ പെണ്ണുങ്ങള് ഭർത്താവ് തിന്നിട്ട് ഇത്തിരി വെക്കും പറക്കത്തിന്, അതിനകത്ത് തന്നെ തിന്നത്തുള്ളൂ. വെച്ച് നോക്ക്, തിന്നുവോ? നിന്റെ ഭാര്യ നീ നിന്നെ വാക്കി തിന്നുവോ? തിന്നൂല്ല. നിന്റെ ജീവിതം ചുമ്മാതല്ല കന്നാസ് കടന്ന് തല്ലണത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യ, ആമീൻ പറ. അള്ളാഹു സ്വർഗത്തിൽ നമ്മളെ ജോഡികളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരെന്ന് കൈവക്കിക്ക്. സ്റ്റേജിൽ ഇരിക്കണവരൊക്കെ കൈവക്ക്, പെണ്ണുമ്പിള്ള കണ്ടുകൊണ്ടിരിക്കുക. വീട്ടിൽ പോകുമ്പോ ചോദിക്കുക എന്തേ എല്ലാരും പൊക്കി നിങ്ങൾ പൊക്കാഞ്ഞ്. അവസാനം പിന്നെ കൂമ്പിന് ഇടിയിട്ടും. എന്തേ ഈ ഇരിക്കണതില് 75% പെണ്ണ് കിട്ടിയവരാ, എന്തേ ഇപ്പൊ കൈവക്കാത്ത? എന്റെ പൊന്നാര ഉസ്താദ്, ഇവള് സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോണില്ല. കാരണം ഇവളെ ഇവിടെ തന്നെ സഹിച്ചു മടുത്തിനിപ്പോ സ്വർഗം. അതാ നമ്മൾ ചിന്തിക്കുക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ബറക്കത്ത് കിട്ടണമെങ്കിൽ നാളെ രാവിലെ പയ്യന്നൂര് പോയിട്ട് ഏതെങ്കിലും ഒരു മാളി പോയിട്ട് നല്ല ഒരു വലിയ പാത്രം വാങ്ങും. വലിയൊരു പാത്രം വാങ്ങിയിട്ട് നാളെ മുതൽ ഒരുമിച്ചിരുന്ന് കഴിക്കും. അതെങ്ങനെ? നീ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകും, വൈകിട്ട് വരുമ്പോ ഉമ്മ തിന്നുന്നത് സീരിയലിന്റെ മുന്നിൽ, ടിവിയുടെ മുന്നിൽ ഇരുന്ന് ഉമ്മ തിന്നും. മക്കളാണെങ്കിൽ പടച്ചോൻ അവിടെ ബെഡ്റൂമിനകത്ത് പഴുതു പറഞ്ഞുകൊണ്ടാ തിന്നണേ, ഫോണ് ഗെയിം കളിച്ചുകൊണ്ട് തിന്നും. പാപ്പ 10 മണിക്ക് കയറി വരുമ്പോ അടച്ചു വെച്ചിട്ടുണ്ടാവും, തിന്നിട്ട് കിടന്നുറങ്ങും. എന്തൊരു ജീവിതം പാപ്പ നിനക്ക്! ഇതിനാണോ ജീവിതം എന്ന് പറയണേ? അല്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സുകൾ തമ്മിൽ അടുക്കും വാപ്പ. മനസ്സുകൾ, ഭാര്യയും ഭർത്താവിന്റെയും മനസ്സുകൾ അടുക്കും. മക്കൾ കൂടപ്പുറപ്പുകൾ തമ്മിൽ പാടാനിയ ഒരു സ്നേഹമാ, ഒരു സ്നേഹമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, തമാശ പോലെ പറയുകയല്ല. ഇത് നിന്റെ ജീവിതത്തിൽ നീ ഒരു 10 ദിവസം നിന്റെ വീടിന്റെ അകത്തൊന്ന് ചെയ്ത് നോക്ക്. ഒന്ന് വീടിന്റെ അകത്ത് കിടക്കുമ്പോ ഈ ഭർത്താക്കന്മാരോട് പറയുകയാണ്, വാപ്പമാരോട് പറയുകയാണ്, നിങ്ങളൊന്ന് ധൈര്യമുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇന്നു മുതൽ നിങ്ങളുടെ വീടിന്റെ അകത്ത് കയറുമ്പോ നിങ്ങളൊന്ന് സലാം പറഞ്ഞു നോക്ക്. അതും പരിപൂർണമായി സലാം പറയൂ. അത് മാത്രമല്ല, ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ച് നോക്ക്. അല്ലാഹുവേ, പടച്ച റബ്ബ് നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, നിങ്ങളുടെ വീടിന്റെ അകത്ത് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള കാര്യം എന്തെന്നറിയുമോ? ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. ഒരേ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീടിന്റെ അകത്ത് എന്തേ ഇത്രയും വലിയ കണ്ണീര് കുടിക്കുന്ന അവസ്ഥ വരാൻ, ഇത്രയും വലിയ നാശമുണ്ടാകാനുള്ള കാരണം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ആയിഷ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീവി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം അതാ താഴെ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖമങ്ങ് വാടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖമങ്ങ് വല്ലാതെ വാടുകയാണ്. മുത്തുനബി പറയുകയാ, ഇദാ സക്കത്തതു ലുഖമതു ഹദികും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം താഴെ വീഴുമല്ലോ. ആരാ എടുത്ത് കഴിക്കുന്നത്? ആ താഴെ വീണ ഭക്ഷണം ഏത് വാപ്പയാ കഴിക്കുന്നത്? ഏത് പെണ്ണാണ് എടുത്ത് കഴിക്കുന്നത്? എന്റെ ഇടത് കൈ കൊണ്ടെടുത്ത് വൃത്തിയാക്കി കഴിക്കണമെന്നാണ്. പക്ഷേ നമ്മളെടുത്ത് കഴിക്കാറില്ല. അത് വേസ്റ്റാണെന്ന് കരുതുന്നവരാ, അത് വേസ്റ്റാണെന്ന് കരുതുന്നവരാ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോകാ, നിന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ പോകാ, നിന്റെ നാശം അവിടെ തുടങ്ങുകയാ. താഴെ കിടക്കുന്ന ഭക്ഷണം നിസാരമാക്കുന്നവര്, താഴെ വീണ
ഭക്ഷണം അല്ലാഹു നിനക്ക് നൽകിയ റഹ്മത്താ. അല്ലാഹുവാണ് ഭക്ഷണം തരുന്നത്. അത് പടച്ച റബ്ബ് നിനക്ക് നൽകിയ നിഅമത്താണ്. ആ ഒരു നിഅമത്തിന് ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹു തന്ന റിസ്കിനെ നീ നിഷേധിച്ചപ്പോ, നീ അതിനെ അവഹേളിച്ചപ്പോ, ഇടാ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ പാവങ്ങളുണ്ട് സഹോദരാ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവര്. അങ്ങനെ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോ അല്ലാഹു നിനക്ക് നൽകിയ നിഅമത്ത് കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ വീണ് പോയ ഭക്ഷണം എച്ചിലാണെന്ന് പറഞ്ഞു അതിനെ നീ അവഹേളിക്കുകയല്ലേ, നീ അതിനെ നിസാരമാക്കുകയല്ലേ. അങ്ങനെ നീ നിസാരമാക്കിയപ്പോ അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാ. അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാ. നിന്റെ ജീവിതത്തിൽ നിന്ന് ബർക്കത്ത് അല്ലാഹു എടുത്തു മാറ്റുകയാണ്.